السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل المؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. صدق الله العلي العظيم. عن عبد الله عن النبي صلى الله عليه وسلم قال: المرأة عورة فإذا خرجت استشرفها الشيطان أو كما قال رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ യൗമുൽ ജുമുഅയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ജീവിതത്തിന്റെ ഉടനീളെ അല്ലാഹുവിന്റെ കാവല് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റബീഉൽ ആഖിറിലാണ് നാം നിലകൊള്ളുന്നത്. അതിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയും കൂടിയാണ്. മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന ആ മുസ്തഖീമായ വഴിയിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ വലിയ ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലായിടങ്ങളിലും താഴ്ത്തിക്കെട്ടാനും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ആരാധനകളിൽ പോലും കൈകടത്തി വരുന്ന ഒരു അവസ്ഥയാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ വേഷവിധാനത്തിൽ പോലും പല രീതിയിലുള്ള കൈകടത്തലുകൾ ഇന്ന് മറ്റുള്ള സമുദായങ്ങൾ വരികയാണ് ചെയ്യുന്നത്. ഏതായാലും പവിത്രമായ ഇസ്ലാമിന് ഒരു അജണ്ടയുണ്ട്, അച്ചടക്കമുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. അവിടെ ആർക്കും തകർക്കാനോ അതില്ലായ്മ ചെയ്യാനോ ഒരു ശക്തിക്ക് പോലും കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
കാരണം ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് മഹത്തരമായ വിഭവങ്ങളും അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ നൽകിയിട്ടുള്ളത്? മനുഷ്യന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ എല്ലായിടങ്ങളിലും ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച ഹിജാബിന്റെ വിഷയത്തിലാണ്. ഹിജാബിന്റെ വിഷയത്തിൽ ഇന്നിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും തലമറിച്ച ഒരു അധ്യാപികയാണ് ഒരു മുസ്ലിം കുട്ടിയോട് ഇങ്ങനെ പറയുന്നതെങ്കിൽ അതിന്റെ വസ്തുതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെ ഗവൺമെന്റ് നടത്തുന്ന, ഗവൺമെന്റിന്റെ ശമ്പളങ്ങൾ പറ്റുന്ന സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനേജ്മെന്റ് മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട് ലോകത്ത്. നമ്മുടെ എറണാകുളം ജില്ല എടുത്തു നോക്കുമ്പോൾ ഓരോ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ വളരെ ഭംഗിയോടുകൂടി നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. കുട്ടികൾക്ക് +2 വരെയും അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ മക്കൾക്ക് വലിയ ക്വാളിഫിക്കേഷൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും മുസ്ലിമീങ്ങൾ തന്നെ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുകയും ആ സ്ഥാപനത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ സ്ഥാപന മേധാവികൾ അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ നമ്മുടെ മക്കളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ശൈലിയിൽ നിന്ന് മാറ്റുന്ന പല കാര്യങ്ങളും നടക്കുകയാണ്. ഇവിടെയൊക്കെ മാതാപിതാക്കളോട് ഉത്ബോധനം നടത്തുമ്പോൾ അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ സമയമില്ല. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഇസ്ലാം അത് ഇന്നോ ഇന്നലകളിലോ പഠിപ്പിച്ചതല്ല. പുറത്തു പോകുന്ന സന്ദർഭങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശാഫി മദ്ഹബിലെ ആധികാരികമായ പണ്ഡിതന്മാരും ആധികാരികമായ ഗ്രന്ഥങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണ് പുറത്തു പോകേണ്ടത്, ഒരു സ്ത്രീക്കുണ്ടാകേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായി ഇസ്ലാം കർശനമായി വിലക്കിയ ഒന്നാണ് പരസ്പരമുള്ള സ്ത്രീ പുരുഷ ദർശനങ്ങളൊക്കെ. അത് ഇന്ന് മുസ്ലിമീങ്ങൾ തന്നെ അതിനെല്ലാം അഴിച്ചുവിട്ട് ഓരോരുത്തരുടെ സ്വാർത്ഥതകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ, പുരുഷൻ അന്യ സ്ത്രീയെ നോക്കുന്നതും സ്ത്രീ അന്യ പുരുഷനെ കാണുന്നതും ഒരുപോലെ നിഷിദ്ധമാണ്. പുരുഷന് മാത്രമല്ല നിഷിദ്ധം, തിരിച്ചും സ്ത്രീക്കും അത് നിഷിദ്ധമാണ് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിചാരിതമായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഒന്നറിയാതെ നോക്കി അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ആ ഒരു നോട്ടം ഇസ്ലാം അനുവദിക്കുന്നുണ്ട്.
ഒന്നും കൂടി അവളിലേക്ക് നോക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കൽപ്പന. അങ്ങാടികളിലും അതുപോലെ ബസ് സ്റ്റോപ്പുകളിൽ പോയിരിക്കുന്നവർ ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്വഹീഹുൽ ബുഖാരി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഇയ്യാകും വൽ ജുലൂസ ബിത്തുറുഖാത്തി ഫഖാലു യാ റസൂലല്ലാഹ്, വഴികളിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. സ്വഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ, ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് വഴിയോരങ്ങളിൽ ഇരിക്കാറുണ്ട് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തുൽ കിറാം ഈ വിഷയം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിയോരങ്ങളിൽ ഇരിക്കാറുണ്ട്, അത് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ് നബിയെ എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഇപ്രകാരം ഉപദേശിക്കുകയാണ്, വഴിയോരങ്ങളിൽ ഇരുന്നേ മതിയാവുമെങ്കിൽ വഴിയോടുള്ള ബാധ്യതകൾ നിറവേറ്റണമെന്ന്. സ്വഹാബത്ത് പറഞ്ഞു, വഴിയോരങ്ങളിൽ നിന്നുള്ള ഇരുത്ത് ഞങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പ്രയാസമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്തുൽ കിറാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ്, എന്നാൽ ശരി, എന്നാൽ വഴിയോരങ്ങളിൽ ഇരുന്നേ മതിയാവുമെങ്കിൽ ആ വഴിയോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നു, വമാ ഹഖ്ഖു ത്വരീഖി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ വഴിയോരങ്ങളിലൂടെ അതിന്റെ ബാധ്യതകൾ എന്താണ്, ഹഖ് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഖാല, റസൂലുള്ളാഹി പറയുകയാണ്, വഖഫുൽ ബസരി, കണ്ണടയ്ക്കുക, വഖഫുൽ അദാ, ബുദ്ധിമുട്ടിനെ അകറ്റുക, വറദ്ദുസ് സലാം, സലാം പറയണം, വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സലാം പറയണം, അത് മാത്രമല്ല നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്നത്. 5 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്. എന്നാൽ വഴിയോരങ്ങളിൽ ഇരുന്നുകൊണ്ട് സംസാരങ്ങൾ നടത്തുന്ന ഞാനും നിങ്ങളും ഇതിലെത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്നുണ്ടോ? നാം വരുന്നവരോടും പോകുന്നവരോടും സലാം പറയുന്നുണ്ടോ? ആ വരുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ നാം കാണുന്നവരിൽ നിന്നൊരു തെറ്റ് കാണുമ്പോൾ അവരെ വിളിച്ച് ഉപദേശിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ അത് വലിയ അപകടം തന്നെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്ന്, നോട്ടം ഇബ്ലീസിന്റെ ഏറ്റവും വലിയ വിഷമാണ്. ആ വിഷം അസ്ത്രങ്ങളിൽ നിന്നുള്ള ഒരു രസത്തെ മാത്രമാണ് പുറപ്പെടുവിക്കുന്നത്. കണ്ണുകൊണ്ടുള്ള ആ നോട്ടങ്ങൾ, കണ്ണുകൊണ്ടുള്ള ആ രസങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരുപാട് വിശദീകരിക്കാറുണ്ട്. ഒരു വസ്തുവിനെ കാണുമ്പോഴാണ് അതിന്റെ രസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഭംഗിയുള്ള വസ്ത്രം രുചിച്ചു നോക്കിയല്ല നമ്മൾ അറിയുന്നത്. ഭംഗിയുള്ള വസ്ത്രത്തെ നമ്മുടെ ഇരു നേത്രങ്ങളെ കൊണ്ട് കണ്ടാണ് നാം അതിനെ ആനന്ദിക്കുന്നത്. ഒരു നല്ലൊരു പുഷ്പം
അത് ഞാനും നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടല്ല, മണത്തി നോക്കിയിട്ടല്ല അതിന്റെ ഭംഗി ആസ്വദിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ കൊണ്ടാണ് നാം അതിനെ ആസ്വദിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വിശദീകരിച്ചത്. എന്നിട്ട് നബി പറയുകയാണ്, വമൻ തറക്കഹ മിൻ ഖൗഫില്ലാഹി അസാബഹു ജല്ല വഅസ്സ ഈമാനാ യജിദു ഹലാവതഹു ഫീ ഖൽബിഹി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അതിന് പ്രതിഫലമായി ഈമാനിനെ അല്ലാഹു അവന് നൽകുന്നതും അതിന്റെ മാധുര്യത്തെ ഹൃദയങ്ങളിൽ അവൻ എത്തിക്കുന്നതുമാണ് എന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക് പോലെയുള്ള കിതാബുകളിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന്റെയൊക്കെ മാധുര്യം നമ്മുടെ കൽബാണ്, ആ കൽബിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൻ അബ്ദില്ലാഹി അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഅതു ഔറത്തുൻ ഫഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്വാനു. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് നൽകുന്ന വലിയ ഗുണപാഠങ്ങളാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അൽ മർഅതു, സ്ത്രീ മറഞ്ഞിരിക്കേണ്ടവളാണ്, അവൾ ഔറത്താണ്. ഏതെങ്കിലും സാധ്യതകൾക്ക് വേണ്ടി ഇന്ന് സ്ത്രീകളെ രംഗപ്രവേശനം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീ ഔറത്തിന്റെ വലിയ ഗുണപാഠം നിറകുടവുമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാൻ അടിച്ചുവിടേണ്ടതല്ല. ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയും ഇസ്ലാമിൽ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്ന്. അതൊക്കെ വെറും ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവര് വിളമ്പി വിടുന്ന വിളംബരങ്ങളാണത്. കാരണം ഖദീജ ബീവിയുടെ ചരിത്രം, ഏറ്റവും വലിയ വ്യവസായങ്ങൾ നടത്തിയ ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ചരിത്രങ്ങൾ പരിശോധിക്കണം. അങ്ങനെ എത്രയോ വനിതകളുണ്ട് എന്നും പറഞ്ഞ് അനിസ്ലാമികമായ രീതിയിലുള്ള ഒരു ജീവിതങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടില്ല. ആയിഷ ബീവിയുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, സുമയ്യ ബീവിയുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, ഓരോ മഹതികളുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് ബിസിനസ്സുകൾ നടത്തിയവരുണ്ട്, അവർ ഉന്നതിയിലെത്തിയിട്ടുമുണ്ട്. പക്ഷേ അത് ഇസ്ലാമിന്റെ ആ അച്ചുതണ്ടിൽ, ഇസ്ലാമിന്റെ ആ വരയിൽ നിന്ന് അവർ പുറത്തേക്ക് പോയിട്ടില്ല. ഇന്ന് അനിസ്ലാമികമായ രീതിയിലുള്ള ആഘോഷങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണങ്ങളിലാണെങ്കിലും പൊതുപരിപാടികളിലാണെങ്കിലും ഒരു മുദ്രാവാക്യം വിളിക്കുന്നിടത്താണെങ്കിലും സ്ത്രീകളെ കൊണ്ടുവന്നാലാണ് ആ കേവലം അത് വിജയിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഇന്ന് സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അവിടെയൊക്കെ വേറെ വസ്തുതകളുണ്ട്. ചില ആളുകളുടെ കടന്നുകയറ്റങ്ങളാണ് അതിലേക്ക് വരുന്നത്. ചില ആളുകളുടെ കടന്നുകയറ്റങ്ങൾ, ആര് കടന്നു കയറിയാലും ഇസ്ലാമിന് ഒരു നയമുണ്ട്. ആ നയത്തിന്റെ അപ്പുറത്തേക്ക് ആര് എന്ത് ചലിച്ചാലും നടക്കുകയില്ല. വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഇന്നലെ ഒരു സലഫി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ നിന്ന് ഒരു 55 സെക്കൻഡ്, മിനിറ്റ് അല്ല സെക്കൻഡ്, അദ്ദേഹം വോയിസ് വിട്ടിരിക്കുകയാണ്. ആരാ പറഞ്ഞത്? നേർച്ചയുടെ ചോറ് തിന്നാൻ പാടില്ല എന്ന്. നേർച്ചയുടെ ചോറ് തിന്നാൻ പാടില്ല എന്ന് ഏത് പ്രമാണത്തിലാണുള്ളത്? ഏത് ഗ്രന്ഥത്തിലാണ്? ഇതല്ലേ സുന്നികളും പറഞ്ഞത്. ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഒന്നും ദഹിക്കുകയില്ല. അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞ് വെല്ലുവിളിച്ച അദ്ദേഹം ആരാണ്? ഒരു സുന്നി പണ്ഡിതനല്ല, ഒരു മുജാഹിദിന്റെ നേതാവ്. അദ്ദേഹം പറയുകയാണ്, നേർച്ചയുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഏത് ഹദീസിലാണുള്ളത്?
ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? പ്രമാണം സഹിതം ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്ത് എത്രയോ ആളുകളുണ്ട്, നവീനവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. ആരും അതിന് മറുപടി കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളും മുൻകാലങ്ങളിൽ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാതെ ദീനിനെ വൈകല്യപ്പെടുത്താൻ വേണ്ടി പല ആളുകൾ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മുട്ടുകുത്തി പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഇസ്ലാം, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഇന്നും പന്തലിച്ച് ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് അസ്തമിക്കുകയില്ല. എന്നതുപോലെ തന്നെ സ്ത്രീയെ അത് പരിശുദ്ധമായ ഇസ്ലാം വളരെയധികം ബഹുമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, വളരെയധികം ആദരവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മർഅതു ഔറത്തുൻ, സ്ത്രീ മറഞ്ഞിരിക്കേണ്ടവളാണ്. ഫഇദാ ഖറജത് ഇസ്തസറഫ അശ്ശൈത്വാൻ, അവൾ പുറത്തിറങ്ങിയാൽ വിശാൽ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, ശൈത്വാൻ ഉണ്ടല്ലോ, അവളുടെ പിന്നാലെ കൂടും, അവളെ പ്രത്യക്ഷപ്പെടും എന്ന് അവളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പരിശുദ്ധമായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാം. സത്യമല്ലേ? നല്ല വേഷവിധാനത്തോടുകൂടി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദരനായ രീതിയിൽ ആ ഹിജാബൊക്കെ ധരിച്ച് തലമറച്ച് മുഖം മറച്ച് ഇസ്ലാമികമായ വേഷങ്ങളിലൂടെ നടന്നു കഴിയുമ്പോൾ ആരാണ് അവളിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത്? ആരാണ് അവളെ നോക്കുന്നത്? പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. പിന്നെ ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കറുത്ത പർദ്ദയാണ് ഇസ്ലാമിന്റെ ഹിജാബ്. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം പറയുന്നത് എന്താ? ഔറത്ത് മറക്കേണ്ടത് മറയ്ക്കാം. അത് ഏത് വസ്ത്രമായിക്കോട്ടെ, വെള്ള വസ്ത്രം കൊണ്ട് മറയ്ക്കാം, കറുത്ത വസ്ത്രങ്ങളെ കൊണ്ട് മറയ്ക്കാം, മറ്റുള്ള വസ്ത്രങ്ങളെ കൊണ്ട്. എന്നാൽ കറുത്ത ധരിക്കാൻ ചില ആളുകളൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? ഈ കറുത്തതിലേക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുകയില്ല, ഒരുപാട് നോട്ടങ്ങൾ ഉണ്ടാവുക. യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പോൾ പറഞ്ഞിട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ ആരാണ് ശ്രദ്ധിക്കുന്നത്? പക്ഷേ അവളുടെ മാംസഭാഗങ്ങൾ തുറന്നിട്ടുകൊണ്ട് അവളൊന്ന് വഴിയോരങ്ങളിൽ പോകുമ്പോൾ ഏത് മനുഷ്യനാണ് കണ്ണടച്ചിരിക്കുന്നത്? അവരുടെ ശരീരഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ആനന്ദിക്കുകയല്ലേ ചെയ്തു? അവിടെ പ്രായപരിധിയുണ്ടോ? ചെറുപ്പക്കാരനുണ്ടോ? പ്രായമായവരെന്നുണ്ടോ? ഇല്ല. എല്ലാവരും അവരുടെ ആ വേഷത്തിലേക്കും അവരുടെ ഭാവത്തിലേക്കും അവരുടെ ശരീരത്തിന്റെ ആകൃതിയിലേക്കും നോക്കിക്കൊണ്ട് അതിന് അഭിപ്രായങ്ങൾ പറയുകയാണ്, രസിക്കുകയാണ്, അതിൽ ആനന്ദം കൊള്ളുകയാണ് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണ്? അൽ മർഅതു ഔറത്തുൻ. ഇതാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത്. സ്ത്രീ എന്താണ്? മറഞ്ഞിരിക്കേണ്ട ഔറത്താണത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ പറഞ്ഞത് അവൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവളെ ഒരു തെറ്റിലേക്കോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കോ അവളെ പുറത്തേക്ക് വിടാൻ പാടില്ല. അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, അവൾക്ക് പഠിപ്പിക്കാൻ പോകണം, അവളുടെ ജോലി ആവശ്യാർത്ഥം പോകണം. അതൊന്നും ഇസ്ലാം ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ചില ആളുകളൊക്കെ അതിനെ വൈകല്യപ്പെടുത്തിയതാണ്. ഇസ്ലാം അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പറഞ്ഞത് എന്താണ്? അതിൻ്റെതായ രൂപത്തിൽ, അതിൻ്റെതായ വേഷവിധാനത്തോടുകൂടി അവർക്ക് രംഗത്ത് ഇറങ്ങാം, ഒരു കംപ്ലൈന്റും ഇല്ല. അത് ഇറങ്ങേണ്ട സമയങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിവാഹം കഴിച്ചവരാണെങ്കിൽ ഭർത്താവിന്റെ അനുമതിയോടുകൂടി തന്നെ, അതും ഹിജാബോടുകൂടി ഇറങ്ങുമ്പോൾ അത് കൃത്യമാകണം. നിസ്കരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു മുടി പോലും കാണാൻ പാടില്ല. നിസ്കരിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ നിസ്കാരത്തിൽ നിയ്യത്ത് ചെയ്തു, കൈകെട്ടി കഴിഞ്ഞതിന് ശേഷം അറിയാതെ അവളുടെ മുടി ഭാഗങ്ങൾ ഇങ്ങനെ പുറത്തു കണ്ടാൽ നിസ്കാരം ബാത്തിലാണ്. ശർഈയായ നിയമം അങ്ങനെയാണ്. എന്റെ നിസ്കാരം സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഔറത്താണ്. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു
നഖം വെട്ടിക്കഴിഞ്ഞാൽ ആ നഖം വെട്ടിയത് കുഴിച്ചിടണമെന്ന് തന്നെയാണ്. സ്ത്രീകളുടെ നഖം കുഴിച്ചിടൽ നിർബന്ധമാണ് എന്നാണ്. അത് ഔറത്തായതുകൊണ്ട് തന്നെ പുരുഷന്റെ കുഴിച്ചിടണം, അത് വെറുതെ ഇടൽ കറാഹത്താണെന്നും മഹാന്മാര് മസ്അല പറയുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ മുടികൾ, നഖങ്ങൾ, അതൊക്കെ നമ്മുടെ വീടുകളിലുള്ള ആ വാഷ് ബേസിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് ഇടുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ നിന്ന് മുറിക്കപ്പെടുന്ന രോമങ്ങൾ, ആ നഖങ്ങൾ, അത് കുഴിച്ചിടണം എന്ന് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഔറത്താണ്, ഔറത്താണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കരങ്ങളിൽ നിന്ന് മുറിക്കപ്പെട്ടവരെ ഷുഗർ വന്ന അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് മുറിക്കപ്പെടുന്ന അവയവങ്ങൾ ഞാനും നിങ്ങളും കൊണ്ടുപോയി വെറുതെ വേസ്റ്റ് ആയിട്ട് വേസ്റ്റ് കുഴിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് വലിച്ചെറിയുകയാണോ ചെയ്യുന്നത്? അല്ല. ആ നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് മുറിക്കപ്പെട്ട അവയവങ്ങളെ നമ്മുടെ മഹല്ലുകൾ എവിടെയാണോ ആ മഹല്ലിന്റെ ഖബർസ്ഥാനത്ത് കൊണ്ടുപോയി നമ്മൾ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? ആ കൈക്ക് മാത്രം ബഹുമാനം, നഖത്തിന് ബഹുമാനമില്ലേ? നാം കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നാം നഖം വെട്ടണം. ആ നഖം വെട്ടാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ വെട്ടണമെന്ന്. അതിന്റെ സുന്നത്തായ രൂപങ്ങൾ, ഏത് വിരലിൽ തുടങ്ങണം, ഏത് വിരലിൽ അവസാനിപ്പിക്കണം, ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാം കാണിച്ചെന്നതിന് വേണ്ടിയാണ്. ഈ ഉമ്മത്ത് വിജയിക്കാൻ വേണ്ടിയാണ്, അവർക്ക് കൂലി കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ വലിയ ഖൈറാത്തുകൾ ഉണ്ടാകുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ വലിയ ബറകാത്തുകൾ ഉണ്ടാകുന്നത്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഖുൽ, നബിയേ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലിൽ മുഅ്മിനീന യഉല്ലു മിൻ മുസാരിഉം വയഅഫദു ഫുറൂജഹും, സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ, അവരുടെ നേത്രങ്ങളെ, അവരുടെ കാഴ്ചയെ അവർ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കുമ്പോൾ ഔറത്തിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നല്ല തൊപ്പിയൊക്കെ വെക്കും. വല്ല ഉംറക്കോ ഹജ്ജിനൊക്കെ പോയി വന്നതിന് ശേഷമാണല്ലോ തലമുറക്കിൽ നമുക്ക് സുന്നത്തുള്ളൂ, അല്ലാത്ത സമയത്ത് സുന്നത്തില്ല. അതൊക്കെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി തീർക്കുന്നതാ. സുന്നത്ത് എന്നുള്ളത് എന്താണ്? അത് മരണം വരെ ദായിമാക്കാനുള്ളതാണ്. മുത്തുനബി നമ്മെ പഠിപ്പിച്ച സുന്നത്ത് എന്തുകൊണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അല്ലാതെ ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഉംറക്ക് പോയിട്ട് വരുമ്പോൾ മാത്രം നല്ല തൊപ്പി ധരിക്കാം, അതല്ല. അല്ലെങ്കിൽ നിസ്കാരത്തിന് വരുമ്പോൾ മാത്രം തൊപ്പി ധരിക്കാം, അങ്ങനെയൊന്നുമല്ല. ഇസ്ലാം തലമറക്കൽ സുന്നത്താണ്, തലമറക്കൽ സുന്നത്താണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഇതിൽ സുന്നത്താണ്. അത് പള്ളിയിലേക്ക് എപ്പോൾ കടന്നു വന്നാലും സുന്നത്ത്, നിസ്കാരത്തിന്റെ സമയത്തല്ല. നമ്മളൊക്കെ അങ്ങനെ ധരിക്കുന്നത് ഓരോന്നും നമ്മുടെ വ്യാഖ്യാനങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചത് നമ്മളങ്ങോട്ട് ചെയ്യും. എന്നിട്ട് അതെങ്ങനെ നമ്മൾ വലിയ വാചാലത ഇങ്ങനെ പറഞ്ഞു നടക്കണം. അതൊക്കെ ഇസ്ലാമിനെ പൊളിക്കൽ തന്നെയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്? ഇസ്ലാം ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ നമ്മൾ നടക്കണം. എങ്ങനെ ഭരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരു മനുഷ്യനോട് പെരുമാറണം എന്നതിനെ കുറിച്ചൊക്കെ ഇസ്ലാം വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ച അങ്ങനത്തെ ഒരു മതം ലോകത്ത് ഇല്ലേ ഇല്ല. ഒരേ മതം മാത്രമുള്ളൂ, അത് പരിശുദ്ധമായ ഇസ്ലാം. ഏതെല്ലാം ശക്തികൾ വന്നാലും അതിനെ തകർക്കാൻ ഒരിക്കലും പറ്റുകയില്ല എന്ന യാഥാർത്ഥ്യം മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ
ഇസ്ലാമികമായ നിയമങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങനെ തോന്നിയാലും എനിക്ക് വിഷയമല്ല. പറയേണ്ടത് രീതിയിൽ തന്നെ തുറന്നു പറയണം. ഇപ്പോൾ നമ്മൾ ബാങ്കിന് ശേഷമുള്ള ദുആയുണ്ട്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ. ഒരു സമസ്തയുടെയും സുന്നി ബോർഡിന്റെ ആണെങ്കിലും ദക്ഷിണയാണെങ്കിലും സംസ്ഥാനയാണെങ്കിലും ഇതാണല്ലോ ഇപ്പൊ 4 ജംഇയത്തുൽ ഉലമ. ആ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പരസ്പരം അത് വെച്ചു നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയായിരിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ ഇടയിൽ 2 ദിവസം മതി കുട്ടികൾക്ക് മതപഠനങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകളുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ആ വിഷയങ്ങളുമായി ഈ ബാങ്കിന്റെ ദുആ ഒന്ന് നിങ്ങളൊന്ന് സാമ്യപ്പെടുത്തി നോക്കിക്കേ, തുല്യപ്പെടുത്തി നോക്കിക്കേ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് ചോദിക്കുന്ന വിഷയങ്ങൾ പോലും ഇന്ന് കട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്കതൊക്കെ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കുട്ടികളുടെ പാഠഭാഗങ്ങൾ ഒന്നെടുത്ത് നോക്കാനോ അത് മനസ്സിലാക്കാനോ പഠിക്കാനോ നമുക്ക് സമയമുണ്ടോ? നമുക്ക് മറ്റ് അന്താരാഷ്ട്ര കാര്യങ്ങളുമായി മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളൊക്കെ അന്വേഷിച്ച് നടന്ന് ഇങ്ങനെ വലിയ ആളായി നടക്കണമെന്ന് നമ്മുടെ മനസ്സിൽ. പക്ഷേ ഒരുപാട് വൈകല്യങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ സുന്നിയായ മക്കളിലേക്ക് അതാ കയറ്റിക്കൊടുക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറയും, ഇവിടെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിച്ചിട്ട് ഇന്ന് എന്റെ പുള്ള ബാത്റൂമിലേക്ക് കയറുന്ന ദുആ പോലും പഠിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ കൊണ്ടുപോയാക്കിയ സ്ഥലത്തേക്ക് എന്റെ മക്കളിൽ എല്ലാം പഠിച്ച് പാസ്സായി വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ചിന്തിക്കണം. നമ്മളൊക്കെ എവിടെ നിന്നാ വന്നത്? നമ്മളും ആ പ്രായം കഴിഞ്ഞ്, ആ ബാല്യം കഴിഞ്ഞ്, അത് കഴിഞ്ഞല്ലേ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഇന്ന് നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ അന്ന് പഠിച്ചത് ഇന്നുമുണ്ട്. ഒരു ചെറിയ തുമ്പിയെ കൊണ്ട് വലിയൊരു കല്ലെടുപ്പിക്കല് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. ഓരോന്നും തർബിയായി, ഓരോന്നും തർത്തീബുകളായി പഠിക്കുമ്പോഴാണ് അതിന്റെ രസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ നടപടിക്രമങ്ങൾ കൃത്യമായി മുസ്ലിമായി നാം മനസ്സിലാക്കുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ പരിശുദ്ധമായ ഖുർആൻ കൽപ്പിക്കുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കുകയും മുഅ്മിനീങ്ങളോട് സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാനും നബിയെ പറഞ്ഞു കൊടുക്കണം. അതാണ് അസ്കാലഹും, അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, തീർച്ചയായും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. നാം എന്ത് പ്രവർത്തിച്ചാലും അതുകൊണ്ട് സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ വേണം. നാം എല്ലാ വിഷയത്തിലും നമുക്ക് ലൈസൻസ് ഉണ്ടെന്ന് നമ്മൾ കരുതാൻ പാടില്ല. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നാം സൂക്ഷിക്കുകയും നാം ചിന്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത് എന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. പടച്ചറപ്പ് നന്മയുടെ വാക്താക്കളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തു. ധാരാളം വിഷയങ്ങൾ അതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. ഹിജാബിന്റെ വിഷയങ്ങളൊക്കെ ഇന്ന് കത്തി നിൽക്കുകയാണ്. പണ്ട് കർണാടകയിൽ ഒരു വിഷയമുണ്ടായി. എന്തായി? എന്നിട്ട് അവസാനം അള്ളാഹു നമ്മൾ മനസ്സിലാക്കണം, അങ്ങനത്തെ ഒരു നിയമം അവിടെ വന്നപ്പോൾ പടച്ചറപ്പിന്റെ വലിയ സഹായമല്ലേ, ആ പാർട്ടി അള്ളാഹു ഉന്മൂലനം ചെയ്തില്ലേ? അവിടുന്ന് തൂത്തുവാരി കളഞ്ഞില്ലേ അള്ളാഹു?
എന്ന് നമ്മൾ മനസ്സിലാക്കും. മുസ്ലിമീങ്ങളോട് ഇസ്ലാമിന്റെ നിയമങ്ങളോട് ആര് കടന്ന് കയറിക്കഴിഞ്ഞാലും അള്ളാഹു എടുത്ത് കറിയിലെ കറിവേപ്പില പോലെ എടുത്തു കളയുന്നതാണ്. അത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് പർദ്ദയും അതുപോലെ ഹിജാബും ഇത് ഇന്നോ ഇന്നലകളിൽ തുടങ്ങിയതല്ല. ഔറത്ത് മറയ്ക്കണം. അത് ഏത് വസ്ത്രമായിക്കോട്ടെ, അത് പർദ്ദ കൊണ്ട് മറയ്ക്കാം. ഇപ്പോൾ പല രീതിയിലുള്ള സംവിധാനങ്ങളുള്ള വസ്ത്രങ്ങളുണ്ട്, അതുകൊണ്ട് മറയ്ക്കാം. എല്ലാം മറിച്ച് ഇസ്ലാമികമായ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ മക്കളെ വളർത്തേണ്ടത്, നമ്മുടെ ഭാര്യമാരെ വളർത്തേണ്ടത്, നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകളെയും നാം ആ രീതിയിലായിരിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ജീവിതങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ഇന്ന് നമ്മുടെ മക്കള് പോലും നമ്മെ അനുസരിക്കാത്ത കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട ഒരു കുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ മാതാവും പിതാവും പറഞ്ഞു, മകൾക്ക് 22 വയസ്സായി, നല്ലൊരു കല്യാണങ്ങൾ വന്നിരിക്കുന്നു, ഒന്ന് കുട്ടിയെ വിളിച്ച് ഉപദേശിക്കണം, പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എല്ലാം നാം വിശ്വസിച്ച് എന്നോട് പറയേണ്ടതില്ല. ഉമ്മ പറഞ്ഞാലും ശരി, വാപ്പ പറഞ്ഞാലും ശരി, ഞാൻ അംഗീകരിക്കില്ല. എനിക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. ആരാ പറയുന്നത്? മനസ്സിലാക്കണം. വളർത്തി വലുതാക്കി നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, നമ്മുടെ പഴഞ്ചൊല്ലേറെ തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിൽ നാം വളരെ സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി വളർത്തിയ പൊന്നോമന മകള് പറയുമ്പോൾ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. എവിടെ എത്തി? ഇവിടെയൊക്കെ നമ്മൾ ഇസ്ലാം വിട്ട് കളിച്ചു കഴിഞ്ഞാൽ എല്ലാം അപകടങ്ങളിലേക്കാ പോകുന്നത് എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ അല്ലാഹു സ്വാലിഹായ അമലിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ